യുവതികളെ, നമ്മുടെ കഴിവ് കൊണ്ടല്ല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഓശാരമായി നമുക്ക് നൽകുന്നതാണ്. കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകമ്മിൻ മരീദിൻ നാശ ദഹ്റൻ ഇലദ്ഹരി. നമ്മൾ കാണുന്നില്ലേ സഹോദരാ, പട്ടാപ്പകല് മക്കൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ വേണ്ടി, സമ്പാദിക്കാൻ വേണ്ടി, തനിക്ക് സമ്പാദിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന യുവാക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ? കമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി, ഏതൊരു രോഗവുമില്ല, ആരോഗ്യദൃഢഗാത്രനാണ്. നമ്മൾ കേൾക്കുന്നു, വണ്ടിയെടുത്തു കൊണ്ടവൻ ജോലിക്ക് വേണ്ടിയിട്ട് പോയി, ഓഫീസിലേക്ക് പോയി, സുബ്ഹാനല്ലാഹ്, വേറൊരു വണ്ടി വന്നിട്ട് ഇടിച്ചിട്ട് അതാ മറിഞ്ഞു വീഴുന്നു, ലോകത്തോട് വിട പറയുന്നു. സഹോദരാ, അതുപോലെ മക്കൾക്ക് വേണ്ടി സമ്പാദിക്കാൻ വേണ്ടി രാവിലെ തന്നെ പുറപ്പെടുന്ന എത്ര യുവാക്കളാണ്. അവസാനം അതാ ശരീരം നിശ്ചലമായി അവനെ താങ്ങിയെടുത്തവന്റെ വീട്ടിലേക്ക് വൈകുന്നേരം കൊണ്ടുവരുന്ന അവസ്ഥകൾ എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിചാരിക്കും നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് നമ്മൾ വിചാരിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആരോഗ്യം തരാതിരുന്നാൽ, പടച്ചതമ്പുരാൻ നമുക്ക് ആഫിയത്ത് തരാതിരുന്നാൽ, തീർച്ചയായും എന്റെ യുവാക്കളെ, ഇത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മറന്നു പോകണ്ട. പടച്ചതമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. നിന്റെ ആരോഗ്യം നിനക്ക് ഞാൻ തന്നത് നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മോനെ എന്ന് പറയുമ്പോൾ, നമ്മളല്ലാഹു ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങളിലേക്ക് ഞാനും നിങ്ങളും നമ്മുടെ ശരീരങ്ങളെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല പറയുന്നു, മോനെ നീ വിചാരത്തിലേക്ക് അടുക്കല്ലേ എന്ന് അല്ല പറയുന്നു. നമുക്ക് നമ്മുടെ ആരോഗ്യം വന്നപ്പോൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആഫിയത്ത് നൽകിയപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതോ വ്യഭിചരിക്കാനുള്ള വഴിയെന്ത്, ആ പെണ്ണിനെ വശത്താക്കാനുള്ള വഴിയെന്ത്, മൊബൈലിലൂടെ ഒന്ന് സംസാരിച്ചാൽ ആ പെണ്ണിനെ എങ്ങനെ വശത്താക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമുക്ക് കണ്ണിന് കാഴ്ച ശക്തി തന്നു, പടച്ചതമ്പുരാൻ ഇങ്ങനെ ഓരോരോ അനുഗ്രഹങ്ങൾ തന്നു. എന്റെ യുവാക്കളെ, നമ്മൾ ആ അനുഗ്രഹങ്ങൾ നമ്മൾ വിനിയോഗിക്കുന്നതോ അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിൽ, പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നിന്റെ ആരോഗ്യവും നീ എന്തിനായി നശിപ്പിച്ചു എന്നും പറയടോ നീ വ്യക്തമായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ ചോദിക്കുകയാണ്, നിനക്ക് ഞാൻ ആരോഗ്യം തന്നു, നീ നല്ല യുവാവായിരുന്നല്ലോ, നിന്റെ ആ യുവത്വ പ്രായം നീ എന്തിനു വേണ്ടി ചിലവഴിച്ചു? ഗുണ്ടായുസത്തിന് വേണ്ടിയാണോ നിന്റെ ആരോഗ്യത്തെ നീ വിനിയോഗിച്ചത്? ഞാൻ നല്ല ആരോഗ്യമുള്ളവനല്ലേ, നല്ല ചെറുപ്പക്കാരനല്ലേ, എന്നെ ഒന്ന് തൊട്ട് നോക്കട്ടെ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അഹങ്കാരത്തോടുകൂടി ഇറങ്ങി നടക്കുന്ന യുവാക്കളെ, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി നിന്റെ ആരോഗ്യത്തെ ചെലവഴിക്കാൻ നീ തയ്യാറായിട്ടുണ്ടോ? അല്ലാഹു എനിക്ക് തന്ന ഈ ആരോഗ്യം ഏത് നിമിഷവും അല്ല പിൻവലിക്കാം എന്നുള്ള ആ ഒരു ഉദ്ദേശം നിനക്ക് ഇന്ന് വരെ എങ്കിലും വന്നിട്ടുണ്ടോ? ഈ ആരോഗ്യത്തോടുകൂടി നമ്മളിപ്പോ ഇവിടെ നമ്മൾ നടന്നുകൊണ്ട് വാതിലേക്കാൻ വേണ്ടി നമ്മൾ വന്നെങ്കിൽ ഇതുപോലെ നടന്ന് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് ആർക്കെങ്കിലും ഒന്ന് ഉറപ്പ് തരാൻ കഴിയുമോ? ഇല്ല സഹോദരന്മാരെ, ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഔദാര്യമാണിത്. നമ്മുടെ മുന്നോടുകൾ അവരെങ്ങനെയാ അവരുടെ ആരോഗ്യത്തെ ചിലവഴിച്ചത്? അവർ ധീരന്മാരായിരുന്നു, ശക്തന്മാരായിരുന്നു. മഹാനായ അലി കറമല്ലാഹു വജ്ഹഹു, മഹാനവറുകൾ ധീരനാണ്, ശക്തനാണ്. സുബ്ഹാനല്ലാഹ്, അലി തങ്ങളുടെ ആരോഗ്യം അല്ലാഹു ഇഷ്ടപ്പെടാത്ത രീതിയിലൂടെ ഗുണ്ടായുസം കാണിക്കാൻ തിരഞ്ഞെടുത്തിട്ടില്ല. അലിയിടങ്ങൾ ചെയ്തതെന്താ? അതീവ ശക്തനാണ് അലിയിടങ്ങള്. അതെ, അള്ളാഹുവിന്റെ ദീനിനെ കുറ്റം പറഞ്ഞ, അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറഞ്ഞ ആ ധിക്കാരികളുടെ മുമ്പില് മഹാനായ അലിയിടങ്ങളതാ ഒരു ദിവസം അലിയിടങ്ങള് ഒരു മല്ലനുമായിട്ട് മത്സരത്തം പിടിക്കുന്നു. കാരണം അവൻ ദീനിന്റെ ശത്രുവാണ്. ആ അലിയിടങ്ങൾ ആരെ ഇഷ്ടപ്പെടുന്നു? ആ ഇഷ്ടപ്പെടുന്ന ലോകത്തിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ